Home is regarded as the safer place in this earth, but most often it may not be so. Such a theme is describing here, Home by Warson Shire. It is a poem that is included in the text spectrum. It is a text for fourth sem degree students of Calicut University. It is a common course text. Spectrum is a common course text, and this chapter includes in this text. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫോർത്ത് സെം വിദ്യാർത്ഥികൾക്കുള്ള കോമൺ കോഴ്സ് ടെക്സ്റ്റാണ് സ്പെക്ട്രം. ഈ ടെക്സ്റ്റിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ്, ഒരു പോയമാണ് ഹോം, ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ വാട്സൺ ഷയർ. വാട്സൺ ഷയർ is an African-born writer, but she spent most of her time in Britain, and so she is known as British Somali writer. ബ്രിട്ടീഷ് സൊമാലി റൈറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ ബോൺ റൈറ്റർ ആണ്. പക്ഷേ അവരുടെ ജീവിതകാലം കൂടുതൽ സ്പെൻഡ് ചെയ്തത് ബ്രിട്ടനിലായതുകൊണ്ട് ഷീ ഈസ് നോൺ ആസ് ബ്രിട്ടീഷ് സൊമാലി റൈറ്റർ. ആൻഡ് ഷീ ഈസ് ഓൾസോ എ പോയറ്റ്, എഡിറ്റർ ആൻഡ് ടീച്ചർ, ആൻഡ് ഷീ ഡിഫൈൻഡ് പോയട്രി ആസ് ദി ഹീലിംഗ് ഏജന്റ് ഫോർ ദ ട്രോമ ഓഫ് എക്സൈൽ ആൻഡ് സഫറിംഗ്. അവർ കവിതയെ നിർവചിച്ചത്, ഷീ ഡിഫൈൻഡ് പോയട്രി ആസ് ദി ഹീലിംഗ് ഏജന്റ്, സുഖപ്പെടുത്തുന്ന ഒരു വസ്തുവാണ്. ഏതാണ്? ഫോർ ദ ട്രോമ ഓഫ് എക്സൈൽ ആൻഡ് സഫറിങ്. എക്സൈൽ, നാട് കടത്തപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെ നാട് വിട്ടു പോവുക, റെഫ്യൂജീസ് ആയിട്ട് പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഒരു നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുന്നതിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സുഖപ്പെടുത്താൻ പറ്റിയ ഒരു ഏജന്റാണ് കവിത എന്നാണ് അദ്ദേഹം പോയട്രിയെ നിർവചിച്ചത്. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുമ്പോഴുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സുഖപ്പെടുത്തുന്ന ഒരു ഏജന്റാണ് കവിത എന്നാണ് അവര് കവിതയെ നിർവചിച്ചത്. ആൻഡ് ഹർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ ടീച്ചിങ് മൈ മദർ ഹൗ ടു ഗിവ് ബർത്ത്, ഹർ ബ്ലൂ ബോഡി, അവർ മെൻ ഡു നോട്ട് ബിലോങ് ടു അസ്, എക്സെട്ര. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ടീച്ചിങ് മൈ മദർ ഹൗ ടു ഗിവ് ബർത്ത്, ദെൻ ഹർ ബ്ലൂ ബോഡി, അവർ മെൻ ഡു നോട്ട് ബിലോങ് ടു അസ്, എക്സെട്ര. Then here the poem Home, അതിന്റെ പ്രധാനപ്പെട്ട തീം, the contemporary refugee crisis at the end of 2017 forced many people to flee from their homeland or native place. 2017 അഭയാർത്ഥി പ്രശ്നം, ആ ഒരു റെഫ്യൂജി ക്രൈസിസ്, ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ആ അഭയാർത്ഥി പ്രശ്നം. ആ പ്രശ്നത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് അവരുടെ സ്വന്തം രാജ്യം വിട്ടു പോകേണ്ടതായിട്ട് വന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ലീവ് ദെയർ ഹോം ഡ്യൂ ടു പോവർട്ടി, വാർ ആൻഡ് എത്നിക്, റിലീജിയസ് ഓർ ട്രൈബൽ വയലൻസ്. ഈ ജനങ്ങൾ സ്വന്തം രാജ്യം വിട്ടു പോയ ഈ ആളുകളിൽ ഭൂരിഭാഗം പേരുടെയും പ്രശ്നം ദാരിദ്ര്യമായിരുന്നു. അതോടൊപ്പം തന്നെ വാർ എന്ന് പറയുന്നത് യുദ്ധം, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ട്രൈബൽ, ഗോത്രവർഗം, അങ്ങനെയുള്ള വർഗീയ കലാപങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം സ്വന്തം നാട് ഉപേക്ഷിച്ച് പോയ ആളുകളായിരുന്നു അവരിൽ ഭൂരിഭാഗവും. ആൻഡ് നോ മാൻ ലീവ്സ് ഹോം അൺലെസ് ഹോം ഈസ് ദ മൗത്ത് ഓഫ് ദി ഷാർക്ക്, ഷീ സെഡ്, ആൻഡ് ഇറ്റ് ഗോട്ട് യൂണിവേഴ്സൽ അറ്റൻഷൻ. അവരുടെ കൃതിയിൽ അവർ പറയുന്നത്, no man or no one leaves home unless home is the mouth of the shark. ഒരു ഷാർക്കിന്റെ വായിൽ അകപ്പെട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു വീടെന്ന് പറയുന്നത് ഷാർക്കിന്റെ വായു പോലെ അല്ല എങ്കിൽ ആരും തന്നെ ആ വീട് വിട്ടുപോകില്ല. ദാറ്റ് മീൻസ് ഒരു വീട്ടിൽ പ്രശ്നങ്ങളില്ല എങ്കിൽ, വീടെന്ന് പറയുന്ന ഇവിടെ രാജ്യമാണ്, ആ രാജ്യം സേഫ് ആണ് എങ്കിൽ ഒരാളും തന്നെ ആ രാജ്യം വിട്ടു പോകില്ല. അങ്ങനെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ this country or this home is at the mouth of a shark. Mouth of a shark എന്ന് പറയുന്നത് it is used as a metaphor. കാരണം ഇവിടെ മീനിന്റെ വായിൽ മീൻസ് ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഏത് നിമിഷവും വിഴുങ്ങാൻ പാകത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നസങ്കീർണമായ അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ no one is ready to stay in that home. ആ വീട്ടിൽ ആരും നിൽക്കാൻ തന്നെ താല്പര്യപ്പെടില്ല. ഈ ഒരു വാക്ക്, ഈ ഒരു ലൈൻ വളരെയധികം ശ്രദ്ധ, യൂണിവേഴ്സൽ അറ്റൻഷൻ, ഈ ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഒരു വരിയാണ് ഈ ഒരു വരി. Then we can move on to the poem. No one leaves home unless home is the mouth of a shark. You only run for the border when you see the whole city running as well.
അസിസ്റ്റൻസിൽ അവർ പറയുന്നു നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ഈസ് ദ മൗത്ത് ഓഫ് ദി ഷാർക്ക്. Because home is in dangerous situation and so everyone wants to escape from that place and you only run for the border means ആ രാജ്യത്തിന്റെ അതിർത്തി വരെ നിങ്ങൾ ഓടിപ്പോകുന്നു when you see the whole city running as well and at that time you can see that the whole city is in dangerous situation. നിങ്ങൾ അഭയാർത്ഥിയായിട്ട് ആ രാജ്യത്തിന്റെ ബോർഡർ വരെ ഓടിപ്പോകുമ്പോഴും നിങ്ങൾക്ക് എല്ലായിടവും കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രൊബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്. സോ യു ആർ ഇൻ ഡേഞ്ചർ ആൻഡ് യുവർ നൈബേഴ്സ് റണ്ണിങ് ഫാസ്റ്റർ ദാൻ യു, breath bloody in their throats. The boy you went to school with who kissed you dizzy behind the old tin factories holding a gun bigger than his body. You only leave home when home won't let you stay. ഇനി പറയുകയാണ് നിങ്ങൾ യു ക്യാൻ സീ ദാറ്റ് യുവർ നൈബേഴ്സ് ആർ ഓൾസോ റണ്ണിങ് വിത്ത് യു. നിങ്ങളെക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങളുടെ അയൽക്കാരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഓൾ പീപ്പിൾ ആർ നൗ ടേൺ ടു ബി റെഫ്യൂജീസ്. എല്ലാവരും ഒരു രാജ്യത്ത് കലാപം ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് ഒരുപാട് പേര് അഭയാർത്ഥികളായിട്ട് പോകുന്നത് പോലെ എല്ലാവരും ഓടുകയാണ്. കാരണം ആ രാജ്യത്ത് ദ ബോയ് യു വെന്റ് ടു സ്കൂൾ വിത്ത് who kissed you dizzy behind the old tin factories holding a gun bigger than his body. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ചെറിയ കുട്ടികൾ പോലും അവരെക്കാൾ വലിപ്പമുള്ള തോക്കും കൊണ്ട് യുദ്ധത്തിനായിട്ട് അല്ലെങ്കിൽ ആക്രമണത്തിന് സജ്ജരായി നിൽക്കുന്ന സമയത്ത് യു ഓൺലി ലീവ് ഹോം വെൻ ഹോം വോണ്ട് ലെറ്റ് യു സ്റ്റേ. നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ വീട് വിട്ടു പോകേണ്ടതായി വരുന്നു. ആൻഡ് നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം chases you. ഇനി മറ്റൊന്ന് പറയാണ് നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ചേസസ് യു. ഇവിടെ ഹോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പേഴ്സോണിഫൈഡ്. ഒരു മനുഷ്യനെ പോലെ ഒരു വ്യക്തിയെ പോലെ ആക്കി മാറ്റിയേക്കാണ്, ചിത്രീകരിച്ചിരിക്കുകയാണ്. ഹോം ചേസസ് യു. നിങ്ങളെ വീട് ഓടിച്ചില്ല എങ്കിൽ നിങ്ങൾ വീട് വിട്ടു പോകാൻ തയ്യാറായി അല്ല. അതായത് വീട് നിങ്ങളെ ഓടിക്കുകയാണ്, ഒരു ശത്രുവിനെ പോലെ വീട് നിങ്ങളെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ വിട്ട് ഓടിപ്പോകും. നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ചേസസ് യു. ഹിയർ യു ക്യാൻ സീ ദ ഫിഗർ ഓഫ് സ്പീച്ച് personification. Personification means attributing human qualities to inanimate objects. ഇവിടെ ഹോം എന്ന് പറയുന്നത് ഒരു ഇനാനിമേറ്റ് ഓബ്ജക്റ്റ് ആണ്, പക്ഷേ മനുഷ്യന്റെ ഗുണമാണ്. മനുഷ്യനാണ് ഓടിക്കുന്നത്. മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ ഓടിക്കുന്നത് പോലെ നിങ്ങളുടെ വീട് ഓടിച്ചില്ല എങ്കിൽ നിങ്ങൾ ആ വീട് വിട്ടു പോകില്ല. ആൻഡ് ഫയർ അണ്ടർ ഫീറ്റ് നിങ്ങളുടെ കാലിനടിയിൽ തീയുള്ളപ്പോൾ നമുക്കൊരിക്കലും നിൽക്കാൻ കഴിയില്ല. കാലിൻ്റെ അടിയിൽ തീയാണ്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ടെൻഷൻ ആവുന്ന സമയത്ത് പറയാം എൻ്റെ കാലിൻ്റെ അടിയിൽ തീയാണ്. അങ്ങനെ ഒരു പ്രൊബ്ലമാറ്റിക് സിറ്റുവേഷനിലാണ് എങ്കിൽ യു കനോട്ട് സ്റ്റേ ഇൻ ദാറ്റ് ഹോം. ആൻഡ് ഹോട്ട് ബ്ലഡ് ഇൻ യുവർ ബെലി ഇറ്റ് ഈസ് നോട്ട് സംതിങ് യു എവർ തോട്ട് ഓഫ് ഡൂയിങ് അൺടിൽ ദ ബ്ലേഡ് ബേൺഡ് ത്രെഡ്സ് ഇൻ യുവർ നെക്ക്. ദാറ്റ് മീൻസ് നമ്മുടെ കഴുത്തോളം നമ്മൾ പ്രശ്നത്തിലായി നിൽക്കുമ്പോൾ മീൻസ് അറ്റ കൈക്ക് മാത്രമേ വി ആർ റെഡി ടു ലീവ് അവർ ഹോം. നമ്മുടെ വീട് വിട്ടു പോകാൻ നമ്മൾ തീരെ കഴിയാത്ത അവസ്ഥയിൽ മാത്രമേ പോകുള്ളൂ. ആൻഡ് ഈവൻ ദെൻ യു ക്യാരിഡ് ദ ആന്തം അണ്ടർ യുവർ ബ്രെത്ത്. അങ്ങനെ whenever or even though you are ready to leave your home, you will carry your national anthem with you. നിങ്ങളുടെ ശ്വാസത്തിൽ പോലും ആ ഒരു നാഷണൽ ആന്തം എന്ന് പറയുന്നതിവിടെ പേട്രിയോട്ടിസം, ആ ഒരു രാജ്യസ്നേഹം, നിങ്ങൾ ആ രാജ്യം വിട്ടു പോയാൽ തന്നെയും ആ രാജ്യത്തോടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും, നിങ്ങളുടെ ശ്വാസത്തിലുണ്ടാകും. ആൻഡ് only tearing up your passport in an airport toilets, sobbing as each mouthful of paper made it clear that you won't be going back. നിങ്ങൾ അഭയാർത്ഥിയായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ യു മസ്റ്റ് റിയലൈസ് ദാറ്റ് യു കനോട്ട് ഗോ ബാക്ക് ടു ദെയർ ഓർ ഗോ ബാക്ക് ടു യുവർ നേറ്റീവ് പ്ലേസ്. നിങ്ങളുടെ നേറ്റീവ് പ്ലേസിലേക്ക് നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു പോകാൻ കഴിയില്ല. ഒരു രാജ്യം വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോ വൺ പുട്സ് യുവർ ചിൽഡ്രൻ ഇൻ എ ബോട്ട് അൺലെസ് ദ വാട്ടർ ഈസ് സേഫർ ദാൻ ദ ലാൻഡ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണത്. ഈ ഒരു ലൈൻസ് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിരുന്നു. എന്താണ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് നോ വൺ പുട്സ് ദെയർ ചിൽഡ്രൻ ഇൻ എ ബോട്ട്.
ആരും തന്നെ തന്റെ കുട്ടികളെ, തന്റെ കുഞ്ഞുങ്ങളെ ബോട്ടിനുള്ളിൽ ആക്കില്ല. എങ്ങനെയാണ്? അൺലെസ് ദ വാട്ടർ ഈസ് സേഫർ ദാൻ ദ ലാൻഡ്. ലാൻഡിനേക്കാൾ സേഫ് വാട്ടർ ആണ് എന്നറിയുന്ന നിമിഷം മാത്രമേ ഏതൊരു വ്യക്തിയും തന്റെ കുഞ്ഞുങ്ങളെ ബോട്ടിൽ കയറ്റി വിടാൻ ആഗ്രഹിക്കുകയുള്ളൂ. കാരണം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, ആ ഒരു റെഫറൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ടു യൂറോപ്പ്. യൂറോപ്പിലേക്ക് ഒരുപാട് ആളുകൾ ബോട്ട് വഴി അല്ലെങ്കിൽ കടൽ മാർഗം റെഫ്യൂജി ആയിട്ട്, അഭയാർത്ഥികളായിട്ട് പോയി. അങ്ങനെ പോയ സമയത്ത് ഒരുപാട് ആളുകൾക്ക് ദേ ലോസ് ദെയർ ലൈഫ്സ് ഇൻ ദ സീ. കടലിൽ അവർക്ക് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം നാട്ടിലില്ല എങ്കിൽ മാത്രമേ ഈ കടൽ മാർഗം അവർ റെഫ്യൂജിയായി പോകാൻ ആഗ്രഹിക്കുകയുള്ളൂ. ആൻഡ് നോ വൺ ബേൺസ് their palms under train beneath carriages, or no one spends days and nights in the stomach of a truck feeding on newspaper, unless the miles traveled means something more than journey. ഇനി ട്രെയിനിന്റെ ബർത്തിൽ കിടന്നിട്ടും അല്ലെങ്കിൽ ട്രെയിനിന്റെ നിലത്തൊക്കെ പേപ്പർ വിരിച്ച് കിടന്നിട്ടും, അതേപോലെ തന്നെ ലോറികളൊക്കെ കിട്ടുന്ന വണ്ടിക്ക് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിനകത്ത് കിടന്നൊക്കെ മറ്റു രാജ്യത്തേക്ക് പലായനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പലായനം ചെയ്ത ആളുകൾ മനസ്സിലാക്കുന്നത് സ്വന്തം രാജ്യത്ത് സുരക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. ആൻഡ് നോ മാൻ ക്രോൾസ് അണ്ടർ ഫോഴ്സസ് ഓർ ഫെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോർഡേഴ്സ്, ആ രാജ്യത്തിന്റെ അതിരുകളിൽ ഫെൻസസ്, വേലിക്കെട്ടുകളുണ്ട്. ആ വേലിക്കെട്ടുകൾ നുഴഞ്ഞു കയറാൻ ആരും ശ്രമിക്കാറില്ല. രാജ്യം സേഫ് ആണ് എങ്കിൽ ആരും ശ്രമിക്കാറില്ല. അതേപോലെ നോ വൺ വാണ്ട്സ് ടു ബി ബീറ്റൺ ഓർ പിറ്റീഡ്. ശത്രുക്കളാൽ അല്ലെങ്കിൽ സോൾജിയേഴ്സ്, പട്ടാളക്കാരാല് അടികിട്ടാൻ ആരും തന്നെ ആഗ്രഹിക്കില്ല. സ്വന്തം രാജ്യം സേഫ് ആണെങ്കിൽ അങ്ങനെ അടികിട്ടാനോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറാനോ ഒന്നും ആരും പോയില്ല. ആൻഡ് നോ വൺ ചൂസസ് റെഫ്യൂജി ക്യാമ്പ്സ്. ഇനി ആരും തന്നെ റെഫ്യൂജി ക്യാമ്പുകൾ സെലക്ട് ചെയ്യില്ല. രാജ്യം സേഫ് ആണെങ്കിൽ. രാജ്യം സേഫ് അല്ല എങ്കിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രാജ്യം സേഫ് ആണെങ്കിൽ ആരും തന്നെ റെഫ്യൂജി ക്യാമ്പിലേക്ക് പോയില്ല. ഓർ സ്ട്രിപ്പ് സ്ട്രെച്ചസ് വെയർ യുവർ ബോഡി ഈസ് ലെഫ്റ്റ് ഏക്കിംഗ് ഓർ പ്രിസൺ. ജയിലിൽ കിടക്കാൻ അല്ലെങ്കിൽ ജയിൽ പോലെ തോന്നിക്കുന്ന സ്ഥലത്തൊക്കെ ചുരുണ്ടും കൂടി കിടക്കാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കില്ല. എങ്ങനെയാണ് എങ്കിൽ, ഇഫ് യുവർ ഹോം ഈസ് സേഫ് ആണ് എങ്കിൽ. ആൻഡ് ബിക്കോസ് പ്രിസൺ ഈസ് സേഫർ ദാൻ എ സിറ്റി ഓഫ് ഫയർ. ഇതും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിസൺ ഈസ് സേഫർ ദാൻ ദ സിറ്റി ഓഫ് ഫയർ. നമ്മുടെ എഴുത്തുകാരി പറയുകയാണ്, പ്രിസൺ, ജയിൽ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്. ജയിൽ എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടായാലും ആ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. ആ ജയിലാണ് ഏറ്റവും മോശമായ സ്ഥലം എന്ന് കണക്കാക്കുന്ന ആ ഒരു സമൂഹത്തിൽ പറയുന്നത്, പ്രിസൺ ഈസ് സേഫർ ദാൻ എ സിറ്റി ഓഫ് ഫയർ. ചുട്ടുപഴുത്ത ഒരു നഗരം അല്ലെങ്കിൽ പഴുത്ത അല്ലെങ്കിൽ ആ ഒരു തീവ്രതയിൽ പ്രശ്നങ്ങളാൽ സങ്കീർണമായ ഒരു സിറ്റിയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ജയിലാണ്, അതിനേക്കാൾ സേഫ് ജയിലാണ്. ആൻഡ് വൺ പ്രിസൺ ഗാർഡ് ഇൻ ദ നൈറ്റ് ഈസ് ബെറ്റർ ദാൻ എ ട്രക്ക് ഫുൾ ഓഫ് മെൻ who look like your father, and no one could take it, no one could stomach it, and no one's skin would be rough enough. ഇനി പറയുന്നു, ആ ജയിലിലെ വാർഡൻ എന്ന് പറയുന്നത്, ആ ജയിലിലെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത് അയാളാണ്. രാത്രിയിലെ ജയിലിന് കാവൽ നിൽക്കുന്ന അയാളാണ് ബെറ്റർ. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ള ഒരു ലോകത്ത്, ഒരു രാജ്യത്ത് എന്തൊക്കെ സമ്പന്നതകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായാലും ജയിലിൽ കിടക്കുന്നതാണ് ഇതിനേക്കാളും സേഫ്. ആൻഡ് ദ ഗോ ഹോം ബാക്സ്, റെഫ്യൂജീസ്, ഡേർട്ടി ഇമിഗ്രൻസ്, asylum seekers, sucking our country, dry niggers with their hands out. They smell strange, savage, messed up their country, and now they want to mess ours up. How do the words, the dirty looks roll off your backs? Maybe because the blow is softer than the limb torn up. ഇനി പറയുന്നു, നിങ്ങൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഹൗ വിൽ യു ട്രീറ്റഡ് വെൻ യു ബിക്കം എ റെഫ്യൂജി? പറയുന്നു, ദ ഗോ ഹോം ബാക്സ്, നാട്ടിലേക്ക് തിരിച്ചു പോകാത്ത ആളുകൾ,
then refugees, അഭയാർത്ഥികൾ, asylum seekers, ഭ്രാന്താലയം അന്വേഷിക്കുന്ന ആളുകൾ, then dirty immigrants, വൃത്തികെട്ടവർ, then sucking their country dry, തങ്ങളുടെ രാജ്യം നശൂലമാക്കിയവർ, നാമാവശേഷമാക്കിയവർ, then niggers, കൊള്ളക്കാര്, with their hands out they smell strange, savage, അവർ വളരെ സ്ട്രേഞ്ച് ആണ്, വിചിത്രരായിട്ടുള്ള സാവേജ്, അൺകൾച്ചേർഡ് പീപ്പിൾ, ഒരു വൃത്തിയും വെടിപ്പും ഒന്നുമില്ലാത്ത അഭയാർത്ഥികള്, ഒന്നിനും കൊള്ളാത്ത ജനത. ആൻഡ് messed up their country, messed up means make it problematic, തന്റെ രാജ്യത്തെ പ്രശ്നങ്ങളാക്കിയ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ. ആൻഡ് നൗ ദേ വാണ്ട്, ഹൗ ഡു ദ വേർഡ്സ്, ദ ഡേർട്ടി ലുക്സ്, now they want means now they want to destroy our own country, സ്വന്തം രാജ്യം നശിപ്പിച്ചിട്ട് അവർ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ. പിന്നീട് എന്ത് ചെയ്യുന്നു? ആൻഡ് ഡു ദ വേർഡ്സ്, ഇങ്ങനെയാണ് വാക്കുകൾ അവർ പറയുക. ആൻഡ് ദ ഡേർട്ടി ലുക്സ്, വൃത്തികെട്ട നോട്ടങ്ങൾ, അതായത് അറപ്പോട് കൂടിയുള്ള നോട്ടങ്ങൾ. ആൻഡ് റോൾഡ് ഓഫ് യുവർ ബാഗ്സ് മേ ബി ബിക്കോസ് ദ ബ്ലോ ഈസ് സോഫ്റ്റർ ദാൻ ദ ലിം ടോൺ ഓഫ്, നിങ്ങളുടെ കൈകാൽ കീറിയാൽ പോലും അതിനേക്കാൾ നല്ലത് ഇങ്ങനെ കിട്ടുന്ന അടികളാണ്. ദാറ്റ് മീൻസ് ഇത്രയൊക്കെ സഹിച്ചിട്ടും ഈ റെഫ്യൂജീസ് ആയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ കാരണം സ്വന്തം രാജ്യം സേഫ് അല്ലാത്തത് കൊണ്ടാണ്. ആൻഡ് ഓർ ദ വേർഡ്സ് ആർ മോർ ടെൻഡർ ദാൻ 14 men between your legs. ഇതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. 14 men between your legs, അതായത് it describes or it pictures the sufferings of women in that country. ആ രാജ്യത്തെ സ്ത്രീകൾ അനുഭവിച്ച, that means the women are sexually abused or they are raped in their country. ഈ ഒരു പ്രശ്നങ്ങളുള്ള ഈ രാജ്യത്ത് സ്ത്രീകൾ സെക്ഷൽ ആയിട്ട്, ലൈംഗികമായിട്ട്, ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടം, ആ പീഡനത്തെക്കാൾ നല്ലതാണ് ഇങ്ങനെയുള്ള വാക്കുകൾ, അതിനേക്കാൾ സോഫ്റ്റർ ആണ്. ഇങ്ങനെയൊക്കെ പറയുന്ന മറ്റു രാജ്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് അവരെ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റേ അസൈലം സീക്കേഴ്സ് ആണ്, അതേപോലെ തന്നെ റെഫ്യൂജീസ് ആണ്, ഡേർട്ടി ഇമിഗ്രൻസ് ആണ് എന്നൊക്കെ പറഞ്ഞാലും 14 men between your legs, അതായത് സെക്ഷലി കുറെ ആളുകൾ ഒരു സ്ത്രീയെ കൂട്ടമായി പീഡിപ്പിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതിനേക്കാളും ഒക്കെ നല്ലത് ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ കേൾക്കുന്നതാണ് എന്നാണ് റൈറ്റർ പറയുന്നത്. Insults are easier to swallow than rubble, than bone, than your child body in pieces. ഇനി these insults are easier to swallow, ഇങ്ങനെയുള്ള സഫറിങ്സിനേക്കാൾ എളുപ്പമാണ് ടു സഫർ ദീസ് ഇൻസൾട്ട്സ്, ഈ ഒരു ആക്ഷേപങ്ങൾ, ഈ ഒരു വാക്കുകൾ, ദുഷ്ടവാക്കുകൾ, മോശം വാക്കുകളൊക്കെ സഹിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്രൂരതയെക്കാളും നല്ലതാണ്. ആൻഡ് ഐ വോണ്ട് ടു ഗോ ഹോം ബട്ട് ഹോം ഈസ് ദ മൗത്ത് ഓഫ് ദ ഷാർക്ക്. Now the writer says that she wants to return home, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇറ്റ് ഈസ് ദ മൗത്ത് ഓഫ് എ ഷാർക്ക് ആൻഡ് ഹോം ഈസ് ദ ബാരൽ ഓഫ് ദ ഗൺ. ഇവിടെയൊക്കെ മെറ്റഫർ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. മെറ്റഫർ മീൻസ് ഇറ്റ് ഈസ് ആൻ ഇംപ്ലൈഡ് കമ്പാരിസൺ ബൈ സ്റ്റേറ്റിംഗ് ദ തിങ് ആസ് ഇറ്റ് ഈസ്. ഇവിടെ വീടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൗത്ത് ഓഫ് ദ ഷാർക്ക്, ഒരു ഷാർക്കിന്റെ വായാണ്, ഒരു മീനിന്റെ, നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന മീനിന്റെ വായു പോലെയാണ്, ആക്രമണകാരിയാണ്. അതേപോലെ തന്നെ ഹോം ഈസ് ദ ബാരൽ ഓഫ് ഗൺ, തോക്കിൻ ചുവട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾക്കുള്ളത്. ഏത് നിമിഷവും പൊട്ടാൻ പാകത്തിലുള്ള തോക്കിൻ കുഴലിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. ആൻഡ് നോ വൺ വുഡ് ലീവ് ഹോം അൺലെസ് ഹോം ചേസ്ഡ് യു ടു ദ ഷോർ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ പേഴ്സോണിഫിക്കേഷൻ. ഹോം എന്ന് പറയുന്നത് ഇവിടെ പേഴ്സോണിഫൈഡ് ആണ്. ഹോം നിങ്ങളെ തീരം വരെ ഓടിച്ചില്ല എങ്കിൽ, ആൻഡ് അൺലെസ് ഹോം ടോൾഡ് യു, നിങ്ങളോട് പറയുന്നു, ഹോം നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ, ഹിയർ ഓൾസോ യു കൻ സീ പേഴ്സോണിഫിക്കേഷൻ. വീട് നിങ്ങളോട് പറയുന്നത് എന്താണ്? ടു ക്വിക്കൻ യുവർ ലെഗ്സ്, ദാറ്റ് മീൻസ് ടു സ്പീഡ് അപ്പ്, നിങ്ങൾ ഇവിടെ വിട്ടു പോവുക. ആൻഡ് ലീവ് യുവർ ക്ലോത്ത്സ് ബിഹൈൻഡ്, നിങ്ങളുടെ വസ്ത്രങ്ങളും നിങ്ങളുടെ വിലപിടിപ്പുള്ളതെല്ലാം ഉപേക്ഷിച്ച് യു ഹാവ് ടു ലീവ് ദ പ്ലേസ്. ആൻഡ് wade through the oceans, wade means walk through the oceans, that means you have to move through the oceans. Then drown, save, be hunger, നിങ്ങൾ
എങ്ങനെ വേണമെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഒരു പക്ഷേ യു വിൽ ഫീൽ ഹങ്കർ, പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വിശപ്പുണ്ടാകും. അതേപോലെ തന്നെ യു മേ ബി ഡ്രൗണ്ട് ഇൻ ദ സീ, കടലിൽ നിങ്ങൾ മുങ്ങി ചത്തുപോകും. അങ്ങനെ മുങ്ങി ചത്താൽ പോലും നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ബെഗ്, ബെഗ് മീൻസ് യു ഹാവ് ടു ബെഗ് ടു അതേഴ്സ് ഫോർ ഫുഡ് ഓർ ഷെൽട്ടർ. ഫുഡിന് വേണ്ടിയിട്ടോ ഷെൽറ്ററിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് യാചിക്കേണ്ടി വരും. ഓർ ഫോർഗെറ്റ് യുവർ പ്രൈഡ്, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ അഹംഭാവം ഒക്കെ മാറ്റിവെച്ച് യു ഹാവ് ടു ബെഗ് ബിഫോർ അതേഴ്സ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ഫോർ ഷെൽട്ടർ ഓർ ഫുഡ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഞാനെന്ന ഭാവമൊക്കെ മാറ്റിവെച്ച് ഒരു നേരത്തെ ആഹാരത്തിന് അല്ലെങ്കിൽ വസ്ത്രത്തിന് വേണ്ടിയിട്ട് യാചിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇറ്റ് ഈസ് ഫോർ യുവർ സർവൈവൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. യുവർ സർവൈവൽ is more important, so you have to beg in front of others. നിങ്ങളുടെ നിലനിൽപ്പാണ് പ്രധാനം. അവിടെ നിങ്ങളുടെ ഈഗോയോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ മഹിമയോ ഒന്നുമല്ല, മറിച്ച് your existence is important and so you have to beg in front of others. അങ്ങനെയൊക്കെ ആണെങ്കിൽ രാജ്യം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോംലാൻഡ് നിങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ആൻഡ് നോ വൺ ലീവ്സ് ഹോം ആൻറ്റിൽ ഹോം ഈസ് എ സ്വീറ്റി വോയിസ് ഇൻ യുവർ ഇയർ. നിങ്ങളുടെ ചെവിയിൽ നിങ്ങളുടെ ഹോം പറയുകയാണ്, സേയിങ് ലീവ് റൺ അവേ ഫ്രം മീ നൗ. നിങ്ങളുടെ വീട് നിങ്ങളോട് പറയുകയാണ്, റൺ അവേ ഫ്രം മീ നൗ, നിങ്ങൾ ഇവിടെ വിട്ടു പോകണം. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഹാവ് ബിക്കം, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദാറ്റ് മീൻസ് ദ കൺട്രി ഈസ് സേയിങ് ജസ്റ്റ് ലൈക്ക് എ പേഴ്സൺ. ഒരു വ്യക്തിയെ പോലെ നിങ്ങളുടെ ചെവിയിൽ പറയുന്നു, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ബട്ട് ഐ നോ ദാറ്റ് എനിവെയർ ഈസ് സേഫർ ദാൻ ഹിയർ. പക്ഷേ എനിക്കറിയാം, എനിവെയർ ഇൻ ദിസ് വേൾഡ് ഈസ് സേഫർ ദാൻ ദിസ് ലാൻഡ്, സോ യു ഹാവ് ടു ഗോ ഫാസ്റ്റ്. The poet used other literary devices like enjambment, repetition, absence of rigid structure, etc. Here, enjambment convey continuing sense of movement, and absence of rigid structure depicts homelessness, statelessness, and unspeakability of the trauma of post-colonial world. Then the poet also used tone, imagery, and figurative language which can attract the attention of the readers about the horrible situation of the refugees. ഇത്രയുമാണ് ഈ കവിത. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.